ഹായ് മക്കളെ, എലമെന്റ്സ് അല്ലേ. അപ്പൊ നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ എന്ത് പഠിപ്പിക്കാൻ തരുന്നത് അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അറ്റോമിക് മാസ് ആൻഡ് തന്മാത്രാ മാസിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ വർഷം 10ാം ക്ലാസ് ഡിവിഷനിൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അഥവാ വാതക നിയമങ്ങൾ മോൾ സംഘടന ഒരു പാഠം പഠിക്കാനുണ്ട്. ആ പാഠം എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ കൊല്ലം മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ പല കുട്ടികൾക്കും അറ്റോമിക് മാസ് അറിയില്ല. ഓക്കെ, അപ്പോൾ ആ അറ്റോമിക് മാസ് ഒന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നോക്കിക്കോട്ടെ, അറ്റോമിക് മാസ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില മൂലകങ്ങളുടെ അറ്റോമിക് മാസ് ഉണ്ട്. ഓക്കെ, അതിന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാണ്? 1. ശ്രദ്ധിക്കണം, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. ഇനി ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് പറഞ്ഞാൽ 4 ആണ്. ഹീലിയത്തിന്റെ മാസ് 4 ആണ് വരുന്നത്. ഓക്കെ, ഇനി കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. നൈട്രജൻ 14 ആണ്. അറ്റോമിക് മാസ് 14. ഓക്സിജൻ 16 ആണ്. സോഡിയം 23 അഥവാ 23, സൾഫർ 32, ക്ലോറിൻ 35.5 35.5, ഫൈനലി കാൽഷ്യം 40. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂലകങ്ങളുടെ അറ്റോമിക് മാസ്. കാരണം ഇത് നിങ്ങൾക്ക് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അഥവാ വാതക നിയമങ്ങൾ മോൾ സംഘടന എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇത് എലമെന്റും അതിന്റെ അറ്റോമിക് മാസ്. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റൂ മക്കളെ? മോളിക്കുലർ മാസ് എന്ന ടോപ്പിക് പഠിക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മോളിക്യൂൾസ് തന്നെ അതിന്റെ മോളിക്കുലർ മാസ് എത്ര ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കണം, ഞാൻ നിങ്ങൾക്ക് തരാവുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് CO2 നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് പറയാനാണ് CO2. CO2 എന്നുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ? CO2 കാർബൺ ഡൈ ഓക്സൈഡ്. എന്റെ ചോദ്യം വന്നത് CO2 പറയുന്ന സമയത്ത് അവിടെ എത്ര കാർബൺ ഉണ്ട്? നോക്കിക്കോ, CO2 എന്നുള്ള സമയത്ത് അവിടെ ഒരു C സോ ഒരു കാർബൺ അവിടെ ഉണ്ട്. കുഴപ്പമില്ലല്ലോ. ഇനി എത്ര ഓക്സിജൻ നോക്കുക. O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നമ്പർ 2. സോ 2 ഓക്സിജൻ ആണ് അവിടെ ഉള്ളത്. അപ്പോ ഒരു കാർബൺ 2 ഓക്സിജൻ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കും. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഒരു കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12. ഓക്കെ, ഒരു കാർബൺ അറ്റോമിക് മാസ് 12. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി 2 ഓക്സിജൻ നമുക്ക് 2 ഓക്സിജൻ സമയത്ത് ഒരു ഓക്സിജൻ മാസ് 16 ആണ്. ഒരു ഓക്സിജൻ മാസ് 16 ആണ്. അപ്പൊ നോക്കിക്കോ, 2 × 16. ഈ 2 × 16 എങ്ങനെ വന്നു ചോദിച്ചാൽ ഒരു ഓക്സിജന്റെ മാസാണ് 16. ഒരു 2 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ടാണ് 2 × 16 എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കിയിട്ടല്ല 12 പ്ലസ് 16 × 32 which is equal to 44 എന്ന് വരും. അതാണ് CO2 എന്ന് പറയുന്ന മോളിക്യൂൾ അഥവാ അതിന്റെ തന്മാത്രയുടെ മോളിക്കുലർ മാസ് അഥവാ തന്മാത്രാ മാസ് 44 ആണ്. ഓക്കെ, അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ കാർബൺ അറ്റോമിക് മാസ് 12 ആണ്. ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്തത്? ആ പ്രോബ്ലം ചെയ്ത് ആണെങ്കിൽ നമുക്ക് പൗസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ വേറെ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഏറ്റവും പച്ച പറഞ്ഞാൽ H2O. ഓക്കെ, H2O പറഞ്ഞാൽ മക്കളെ H2O എത്ര ഹൈഡ്രജൻ ഉണ്ട്? നോക്കി പറഞ്ഞ എത്ര ഹൈഡ്രജൻ? H എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ, H2 എന്ന് പറഞ്ഞാലോ 2 ഹൈഡ്രജൻ അവിടെയുണ്ട്. ഇനി O എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്സിജൻ. സോ ഒരു ഓക്സിജൻ അവിടെയുണ്ട്, ഒരു ഓക്സിജൻ. ഓക്കെ, ഒരു ഓക്സിജൻ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കറക്റ്റ് അല്ലേ? ഇന്നോ ഒരു ഹൈഡ്രജന്റെ മാസം എത്ര? 1. ഒരു ഹൈഡ്രജൻ മാസം എത്ര? 1. അങ്ങനെയാണെങ്കിൽ 2 ഹൈഡ്രജൻ മാസ് 2 × 1 പ്ലസ് ഒരു ഓക്സിജൻ എന്ന് പറഞ്ഞു, ഒരു ഓക്സിജൻ മാസ് 16. സോ 16. അപ്പൊ എന്തെങ്കിലും
2 + 16 = 18 ക്യാൻസൽ ചെയ്യും. അപ്പോ H2O മോളിക്കുലർ മാസ് എത്രയാണ്? 18 ആണ്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മോളിക്കുലർ മാസ് കാണിക്കാൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചേർത്ത് ഇപ്പോ ഒരു നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ പല സിനിമകളിലും കേൾക്കുന്ന സാധനമാണ് കാക്കോത്രി. കാക്കോത്രി എന്നാണ് CaCO3. രണ്ടാം ക്ലാസ് കണ്ടവരായിരിക്കൂലേ? അപ്പോ കാക്കോത്രി എന്നാണ് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ കാൽഷ്യം കാർബണേറ്റ് Ca എന്ന് പറഞ്ഞ കാൽഷ്യം ആണല്ലോ. അപ്പൊ അവിടെ എത്ര കാൽഷ്യം നോക്കിയാൽ ഒരു കാൽഷ്യം അല്ലടാ. ഇനി എത്ര കാർബൺ? ഒരു കാർബൺ പ്ലസ് എത്ര ഓക്സിജൻ? 3 ഓക്സിജൻ അല്ലേ? കാൽഷ്യം കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഒരു കാൽഷ്യം, ഒരു കാർബൺ, പിന്നെ 3 ഓക്സിജൻ ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ഒരു കാൽഷ്യം മാസ് 40, അപ്പൊ 40 പ്ലസ് ഒരു കാർബണിന്റെ മാസ് എത്രയാണ്? 12. 3 ഓക്സിജൻ തന്ന സമയത്ത് 3 × 16. അപ്പൊ കൂട്ടിക്കഴിഞ്ഞാൽ 40 + 12 + 48 വരും. അപ്പോ ടോട്ടൽ കിട്ടും 100 എന്നുള്ള സാധനം നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലർ മാസ് 100 ആണ്. റെഡി അല്ലടാ? നോക്കിക്കോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ തരാം. അതിന്റെയൊക്കെ മോളിക്കുലർ മാസ് നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ടുപിടിച്ചിട്ട് ഈ വീഡിയോയുടെ കാര്യം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, റെഡി ആണോ? നോക്കിക്കോ, ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുക്കുകയാണ്. അതില് NH3 എന്ന് പറഞ്ഞാൽ അമോണിയാണ്. അമോണിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി SO2 സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. SO2 അതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ H2SO4 അതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി SO3 അഥവാ സൾഫർ ട്രൈ ഓക്സൈഡ് അതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി HNO3 നമുക്കറിയാം നൈട്രിക് ആസിഡ്. പിന്നെ HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഇതിന്റെയൊക്കെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചിട്ട് ഈ വീഡിയോ താഴെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായത് എനിക്ക് தெரியும். ഓക്കെ, അപ്പോ അറ്റോമിക് മാസ് എന്താണെന്ന്, മോളിക്കുലർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാ? ഒന്നുമില്ല, 10ാം ക്ലാസ് നിമിഷം അത്യാവശ്യം വേണ്ട അറ്റോമിക് മാസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടത് മാത്രമേ കൊടുത്തിട്ട് ബാക്കി കൊടുത്തിട്ടില്ല. അപ്പൊ ഈ അറ്റോമിക് മാസ് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മക്കൾക്ക് മോളിക്കുലർ മാസ് മനസ്സിലായിട്ടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഓൾ ദി ബെസ്റ്റ്.